ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം. കുക്കറിലാണ് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് കുക്കറൊന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ടയും ഒരു 5 ഏലക്ക 3 ഗ്രാമ്പു ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള സവാളയായിരുന്നു, അത് ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 20 വെളുത്തുള്ളി. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അത്രയും എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 10 ഒക്കെ മതി കേട്ടോ. പിന്നെ ഒരു 3 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ബീഫിലേക്കും കൂടി ആവശ്യമായിട്ടുള്ളൊരു ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ കറി തയ്യാറാക്കി എടുത്തിട്ട് ആ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി സവാളയൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നോർത്ത് ഇത് ഒരുപാട് നമ്മൾ ഒരു കളർ മാറേണ്ട ആവശ്യമില്ല. ഇത് ചെറിയ രീതിയിലൊന്ന് വെന്തിട്ട് കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെയിറ്റ് മാറ്റിയിട്ട് അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി നമുക്ക് ചെറിയ രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ചെറിയ രീതിയിൽ വെന്തൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് മതിയിട്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. കുരുമുളക് പൊടിയായിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുരുമുളകൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇത്രയും പൊടികളാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചവ് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ബീഫ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കിലോ ബീഫാണ് കറിയിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് നെയ്യ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ചേർത്തിട്ട് കറി തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ഈ ബീഫ് കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വിസിലടിപ്പിച്ചെടുക്കുക. നമ്മൾ ഓരോരുത്തരുടെയും ബീഫിൻ്റെ വേവും കുക്കറും സ്റ്റൗവൊക്കെ അനുസരിച്ച് വിസിലടിപ്പിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 7 വിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 7 വിസിലടിപ്പിച്ച് ബീഫ് ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എയറൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു മസാലയും കൂടി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 4 ഉണക്കമുളകും, ഒരു പിടി ചുവന്നുള്ളിയും ഒരു സവാളയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒഴിവാക്കിയിട്ട് ചുവന്നുള്ളി മാത്രമായിട്ടാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ സവാളയും ചുവന്നുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ടൊന്ന് കളർ മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 3-4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്ക് എല്ലാം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ പൊടിയുടെയൊക്കെ ആ ഒരു പച്ചച്ചവയൊന്ന് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു സമയത്ത് ഇതിൽ കുറച്ച് എണ്ണ വേണം കേട്ടോ. എന്നാലും ഈ പൊടിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ ബീഫ് കറിക്ക് പ്രത്യേക ഒരു കളറും ടേസ്റ്റൊക്കെ കിട്ടണേ. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് നല്ലോണം നമുക്ക് മൂത്ത് കിട്ടണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്.
അപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയും ബീഫൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ലേശം കറിവേപ്പിലയും കൂടി. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ. അതിൻ്റെ കൂടെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അതുകൂടാതെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാട്ടോ. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ബീഫ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം.